കാഞ്ഞങ്ങാട് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതി PA സലീമിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രതിയെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് ജനരോഷം ഉണ്ടായത്. പ്രതി കുടക് സ്വദേശി AP സലീമിനെതിരെ 2 മോഷണ കേസുകൾ കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പീഡനക്കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ് പ്രതി മുൻപ് നടത്തിയ മോഷണങ്ങളെക്കുറിച്ചുള്ള വിവരവും കിട്ടിയത്. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, സംഭവം നടന്ന 10 ദിവസത്തിന് ശേഷമാണ് ഈ പോലീസ് പ്രതിയെ പിടികൂടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആന്ധ്രാപ്രദേശിലെ അഡോണയിൽ നിന്നായിരുന്നു ഈ പ്രതിയെ പിടിച്ചത്. ഇന്നലെ രാത്രിയോടുകൂടി ഈ പ്രതിയെ കാഞ്ഞങ്ങാട് എത്തിച്ചു. തുടർന്ന് ഇന്ന് പുലർച്ചയോടുകൂടി, അതായത് ഈ സംഭവം ഈ പ്രതി എങ്ങനെയാണോ കൃത്യം നടത്തിയത് ആ സമയത്ത് തന്നെ പോലീസ് ആരും അറിയാതെ രഹസ്യമായി ആ സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിയെ ആദ്യഘട്ട തെളിവെടുപ്പ് നടത്തി. ഈ കുട്ടിയുടെ വീടിനും പരിസരത്തും എത്തിച്ച് പുലർച്ചെ 2 മണിയോടുകൂടി തന്നെ ആദ്യഘട്ട തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം രാവിലെ 10:45 കൂടിയാണ് 2ാം ഘട്ട തെളിവെടുപ്പ് പോലീസ് നടത്തിയത്. ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ജനനിബിഡമായ സമയമായിരുന്നു. അതായത് വലിയ രീതിയിൽ ജനക്കൂട്ടം അവിടെ തിങ്ങി നിറഞ്ഞിരുന്നു. ഈ പ്രതിയെ അവിടെ എത്തിക്കുമെന്ന് മനസ്സിലാക്കിയത് മുതൽ തന്നെ, പ്രതി എത്തിയത് മുതൽ തന്നെ ജനക്കൂട്ടം പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്ത്രീകൾ ഉൾപ്പെടെ ഈ പ്രതിയെ മർദ്ദിക്കാൻ എത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. തുടർന്ന് ഈ പ്രതിയെ തിരിച്ച് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഈ സംഭവം നടന്നത് എങ്ങനെയാണ്, ഈ കുട്ടിയുമായി ഏതൊക്കെ ഭാഗങ്ങളിലൂടെ പോയി ഏതായാലും ഇപ്പോൾ തെളിവെടുപ്പ് നടന്നിരിക്കുന്നു. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.